ഫസ്റ്റ് ഹാഫ് കിടു, സെക്കൻഡ് ഹാഫ് അതിനേക്കാൾ മേലെ. പ്രണയത്തിന്റെ ഒരു കറക്റ്റ് സാധനമാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഉടായ്പ പ്രണയത്തിന്റെ ഒക്കെ ഒരു കാലഘട്ടമാണല്ലോ. അമിട്ട് പൊട്ടില്ല, അതേമാതിരി സംഭവമായിരുന്നു. ചെക്കന്മാരൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ഒന്നും ഒരു രക്ഷയില്ല. അടിച്ചുപൊളി പടം. എന്താ ഒരു കോളേജ് പിള്ളേർക്ക് അല്ലെങ്കിൽ കോളേജ് സെറ്റപ്പിന്റെ ഒരു അവരുടെ മാസും അവരുടെ സ്റ്റൈലും അവരുടെ പ്രണയമൊക്കെ കാണാൻ പറ്റുന്ന ഒരു കിടിലൻ പടം. ആക്ഷനും അതേപോലെ തന്നെ ക്യാമ്പസ് ചിത്രം തന്നെ എടുത്ത് പറയാം. എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റും, ഫാമിലീസിനും എല്ലാവർക്കും നല്ല രീതിയിൽ കണ്ട് രസിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ്. പടം എന്ന് പറഞ്ഞാൽ ഒരു തീൻ്റെ ഒരു മൊരി ഇട്ടിട്ട് പിന്നെ അമിട്ട് പൊട്ടില്ല, അതേമാതിരി സംഭവമായിരുന്നു. ചെക്കന്മാരൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ഒന്നും ഒരു രക്ഷയില്ല. പക്ഷെ പടത്തിനെ പറ്റിയിട്ട് പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ സാഗർ സൂര്യനെ കുറച്ചും കൂടി മുന്നേ കൊണ്ടുവന്നൊക്കെയാണെങ്കിൽ ഒന്നും കൂടി ബമ്പർ അടിച്ചേനെ. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. വില്ലന്മാരായാലും പിന്നെ നായകന്മാരായാലും പിന്നെ അതിലൊരു ഉമ്മച്ചിക്കുട്ടിയുണ്ട്. തട്ടത്തിൽ മറയത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു നായികയാണ് തോന്നുന്നത്. അടിച്ചുപൊളി പടം. എന്താ ഒരു കോളേജ് പിള്ളേർക്ക് അല്ലെങ്കിൽ കോളേജ് സെറ്റപ്പിന്റെ ഒരു അവരുടെ മാസും അവരുടെ സ്റ്റൈലും അവരുടെ പ്രണയമൊക്കെ കാണാൻ പറ്റുന്ന ഒരു കിടിലൻ പടം. നല്ല എന്താ പറയുക, റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഇമോഷണൽ കാര്യങ്ങളുണ്ട്. അമീൻ അടിപൊളിയായിട്ട് പെർഫോമൻസ് ഉണ്ട്. എല്ലാവരും സാഗർ ആയിക്കോട്ടെ, എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് അടിപൊളി. എല്ലാവരും ഒരു സ്റ്റോറി ബേസ്ഡ് ഒരു സ്റ്റോറി നോക്കിയിട്ട് വരരുത്, ഒരു ഫുള്ളി പാക്കേജ് ആയിട്ട് ഒരു അടിച്ചുപൊളി ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ടോട്ടൽ പരിപാടിയാണ്. കൊള്ളാം. ആക്ഷനും അതേപോലെ തന്നെ ക്യാമ്പസ് ചിത്രം തന്നെ എടുത്ത് പറയാം. എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റും, ഫാമിലീസിനും എല്ലാവർക്കും നല്ല രീതിയിൽ കണ്ട് രസിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ്. പ്രത്യേകിച്ച് സ്റ്റണ്ടിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നല്ല സംഘടന രംഗങ്ങളുണ്ട്. ആർക്കും ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രമെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ തന്നെയാണ് ഈശ്വരിക്കേണ്ടത്. നല്ലൊരു ചിത്രം തന്നെയായിരുന്നു ഡർബി. എല്ലാ കഥാപാത്രങ്ങളും അടിപൊളിയാണ്. ഡർബി സൂപ്പർ ഹിറ്റാണ്. കാരണം ഫാമിലി ആയിട്ട് വന്ന് ധൈര്യപൂർവ്വം വന്ന് കാണാൻ പറ്റിയ ചിത്രമാണ്. കാരണം കുറേ നാളുകൾക്ക് ശേഷം ഒരു ക്യാമ്പസ് ചിത്രം നമ്മൾ അടിച്ചു പൊളിക്കുക, പാട്ടുകളുണ്ട്, എല്ലാം കൂടെ ഒത്തേർന്നൊരു സിനിമയാണ് ഡർബി. സൂപ്പർ സിനിമ. തുടർച്ച നിർബന്ധമായിട്ട് കാണേണ്ട ഒരു പടമാണ്. പാരൻസും കാണിച്ചു കൊടുക്കണം പിള്ളേർക്ക്. സൂപ്പർ, അടിപൊളി, നല്ല എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കിടു, സെക്കൻഡ് ഹാഫ് അതിനേക്കാൾ മേലെ. സൂപ്പർ. പിന്നെ ജസ്നെ നമ്മൾ അറിയാലോ, നമ്മുടെ മാമനും മോളും എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാമിൽ അവർ തകർത്താടിയ ഒരു സംഭവമാണ്. അവളും പെർഫോമൻസും അടിപൊളിയായിരുന്നു. പിന്നെ നായകനായിക്കോട്ടെ, ആളും കുഴപ്പമില്ല. പിന്നെ ഫൈറ്റ് കുഴപ്പമില്ല. എന്നാലും എല്ലാവരും പടം ഈ കൂട്ടത്തെല്ലാം ഉണ്ടാവും എന്ന് തോന്നുന്നു. നല്ല പടം ഭംഗിയുണ്ട്, ഒരു അടിപൊളിയായിട്ട് ഇരുന്ന് കാണാം. എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്ററിൽ, ആരും മിസ് ചെയ്യരുത്. ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സിനിമ എന്ന രീതിയിൽ സജിൽ മമ്പാട് ഘടകന് ശേഷം എടുത്ത സിനിമയാണ്. ഒരു അടിപൊളി മൂവി എന്ന് പറഞ്ഞാൽ ലാസ്റ്റൊക്കെ വരുന്ന ഒരു സീൻ ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ പ്രണയത്തിന്റെ ഒരു കറക്റ്റ് സാധനമാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഉടായ്പ പ്രണയത്തിന്റെ ഒക്കെ ഒരു കാലഘട്ടമാണല്ലോ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രണയത്തിനൊക്കെ മാറി കിടക്കുന്ന ഒരു കറക്റ്റ് ഒരു പച്ചയായ സിനിമ